ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 170ാമത് ചതയ ദിനാഘോഷവും ഗുരുദർശന അവാർഡ് സമർപ്പണവും നടത്തി. മേത്തല ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന പരിപാടി ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അഗാധമായിട്ടുള്ള തലങ്ങളിൽ പങ്കുവഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന തലത്തിൽ നമ്മൾ മൊത്തമായി ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും ഉൾക്കൊള്ളണമെന്നൊക്കെ ചോദിച്ചാൽ അതിനങ്ങനെ യെസ് എന്നുള്ളൊരു മറുപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്കാലത്തെയും ഏറ്റവും ഉയർന്ന വേണമെങ്കിൽ പകരം വയ്ക്കാനില്ലാത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞ അല്ലെ മഹാനുഭാവനായിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ഓരോ വാചകത്തിനും ഓരോ സമയത്തും ഉണ്ടാകുന്ന അർത്ഥം ആന്തരിക തലത്തിന് ഏറ്റവും വലുതാണ്. പുറമേ കൂടി മാത്രമല്ല അല്ലെ, ഒരു ജാതി ഒരു ദൈവം അല്ലെ ഒന്ന് പറയുന്ന തുടങ്ങി മതം ഏതായാലും മനുഷ്യൻ നന്നായി തുടങ്ങുന്ന നിരവധിയാണ്. ചിലത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. എത്രയോ വാചകങ്ങളാണ്, എത്രയോ സാരാംശങ്ങൾ അടങ്ങിയിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിന് ഭാഗത്തുണ്ടായിട്ടുള്ളത്. 1854 ജനിച്ച് 170ാമത്തെ വർഷം മുതൽ ചതയ ദിനത്തിൽ ജനിച്ച അദ്ദേഹം വന്നു നിൽക്കുന്ന അത് വിവേകാനന്ദ സ്വാമി നമുക്ക് പറയുന്ന രീതി ഉള്ള കേരളത്തിന്റെ ദുഷിച്ച അവസ്ഥയിൽ നിന്ന്, സാംസ്കാരിക ജീവിതത്തിൽ നിന്ന്, സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് കേരളത്തെ മാറ്റാൻ അദ്ദേഹത്തിന് എത്രയോ വിപ്ലവം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. പ്രതിഷ്ഠയായാലും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഓരോ കാര്യത്തിലും. സമാജം പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ അധ്യക്ഷനായി. ശ്രീനാരായണ സമാജം മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ CK നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിച്ചു. ഡോക്ടർ C ആദർശ് പുരസ്കാര കൃതിയുടെ അവലോകനം നിർവഹിച്ചു. KR അമ്പിളികുമാർ പ്രശംസാ പത്ര സമർപ്പണം നിർവഹിച്ചു. ഉമേഷ് ചള്ളിയിൽ ഉപഹാര സമർപ്പണവും നടത്തി. ബുദ്ധ സമ്യക്കായ ജീവിത വീക്ഷണം എന്ന ഗ്രന്ഥം എഴുതിയ ഷൗക്കത്തിനാണ് ഗുരുദർശന അവാർഡ് സമർപ്പിച്ചത്. KS നന്ദന, അഡ്വക്കേറ്റ് M ബിജുകുമാർ, KB സിനി, TS സജീവൻ, EJ ഹിമേഷ്, KK ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം, 75 വയസ്സ് പൂർത്തിയായ സമാജ മെമ്പർമാർക്കുള്ള ആദരം എന്നിവ നടന്നു.